മക്കളുടെ ആരോഗ്യത്തിനും അവരുടെ ഏറ്റവും നല്ല ഭാവിക്കും അപ്പനും അമ്മയ്ക്കും പ്രധാന പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് ഓർത്ത് വളരെ ടെൻഷൻ അടിച്ചാണ് ജീവിക്കുന്നത്. എന്തായി തീരുമെന്ന് യാതൊരു വിധത്തിലുള്ള ഐഡിയയുമില്ല. എന്നാൽ ഇവിടെ എനിക്കിന്ന് പറയാനായിട്ടുള്ളത് സ്പെഷ്യലി അമ്മമാരോടാണ്. കാരണം ഞാനും ഒരമ്മയായതുകൊണ്ട് നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ആരോഗ്യം നമ്മുടെ അമ്മമാരുടെ കയ്യിലാണ് മെജോറിറ്റി. നമ്മൾ അമ്മമാർ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ എക്സ്റ്റേണലി ശ്രദ്ധിക്കണം, അവരെ ഇൻറ്റേർണലി അവരുടെ ഫിസിക്കലി അവരെ ശ്രദ്ധിക്കണം, അവരുടെ ഇമോഷണൽ ചേഞ്ച് നമ്മൾ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ അമ്മമാർ സ്വന്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിരന്തരമായി നെഗറ്റീവ് ചിന്തിക്കുകയും നിരന്തരമായി കുറ്റപ്പെടുത്തുകയും നിരന്തരമായി മറ്റു പല വിഷയങ്ങൾക്കകത്തും മൈൻഡ്, അതായത് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് മൈൻഡ് ഇട്ട് വെച്ചിരിക്കുകയും ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നിട്ടൊരു ഫ്രീക്വൻസി നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ പോലും അറിയാണ്ട് പടരാൻ ഇടയുണ്ട്. കാരണം പ്രസവിച്ച അമ്മമാർക്കൊക്കെ നന്നായിട്ടറിയാം, നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇച്ചിരി ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ നമ്മുടെ നെഞ്ച് വല്ലാണ്ട് നമുക്കൊരു പെയിൻ എടുക്കും. അപ്പോൾ നമ്മൾ പറയും കുഞ്ഞ് പാലിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. പ്രപഞ്ചം തന്നെ അമ്മയിലും കുഞ്ഞിലും വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് കണക്ഷനാണത്. അമ്മയിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുങ്ങളിലേക്ക് ചെന്ന് കണക്റ്റ് ആകുന്ന ഒരു വൈബ്രൻസ്. ഇത് ആ കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന സമയം തൊട്ട് ഓരോ അമ്മമാരിലും അവരവരുടെ കുഞ്ഞുങ്ങളിൽ ഇത് കണക്റ്റഡാണ്. ഇനി നെഗറ്റീവ് എപ്പോഴും പറയുന്ന അമ്മമാരെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും അവരുടെ കുഞ്ഞുങ്ങളിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യും. ഫിസിക്കൽ കണ്ടീഷൻ ഡാമേജ് ആകും, അവരുടെ മെൻ്റൽ കണ്ടീഷനകത്ത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, അവരുടെ ഫ്യൂച്ചറിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. അതിൻ്റെ കാരണം ഇവരിൽ നിന്ന് പോകുന്ന നെഗറ്റീവ് വൈബ്രൻസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡും ഏറ്റവും നല്ല വസ്ത്രവും നല്ല ജീവിത രീതിയും കൊടുത്താൽ പോരാ, നമ്മുടെ അമ്മമാരുടെ മൈൻഡ് എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ ഭാവിയും അവരുടെ ആരോഗ്യവും വളരെയധികം പോസിറ്റീവായിട്ടിരിക്കും. ഇനി അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അമ്മമാരാണ് വീട്ടിൽ ഏറ്റവും അധികം പാചകം ചെയ്യുന്നത്. നമ്മൾ പാചകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കാറുണ്ട്, ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. മായമില്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മമാർ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ മാത്രം പോരാ, നമ്മളത് പാചകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ പാചകം ചെയ്യുന്ന സമയത്ത് അമ്മമാരുടെ മൈൻഡ് എന്താണ് എന്നതും നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫുഡ് പാചകം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനകത്ത് മുഴുവൻ ഇറിറ്റേഷൻസും ടെൻഷനും നെഗറ്റീവ് തോട്ട്സും ആരോടെങ്കിലുമൊക്കെ ഉള്ള വ്യക്തി വൈരാഗ്യങ്ങളും ഒക്കെ നിങ്ങൾ മൈൻഡിനകത്തിട്ടാണ് നിങ്ങൾ ഫുഡ് പാചകം ചെയ്ത് ആ ഫുഡ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുഞ്ഞിന് വിട്ടുമാറാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്വയം ഒന്ന് തിങ്ക് ചെയ്യുക. സോ അമ്മമാരോട് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മക്കൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയിട്ടും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് പെയിൻ എടുക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലാണ്. മയക്കുമരുന്നിനും അതുപോലെ തന്നെ അനുസരണക്കേടും പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് 6 വയസ്സായ കുഞ്ഞുങ്ങൾ പോയി ചെന്ന് സൂയിസൈഡ് ചെയ്യുന്ന കണ്ടീഷൻ വരെ എത്തി നിൽക്കുന്നുണ്ട്. അമ്മമാർക്ക് പ്രധാന പങ്കുണ്ട്. ഒരു പക്ഷേ അമ്മമാർ വീട്ടിൽ വളരെ നല്ല രീതിയിൽ മിണ്ടാതെ കാമായിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ മൈൻഡിനകത്ത് നിങ്ങളുടെ സോളിനകത്ത് പെയിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സോ നെഗറ്റീവ് തിങ്കിങ്ങോ നിങ്ങൾക്ക് എപ്പോഴും ഒരു തരത്തിലുള്ള വല്ലാണ്ട് റിഗ്രഷൻ മൂഡോ ഒക്കെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ നിന്നിട്ട് ഒരു നെഗറ്റീവ് വൈബ്രൻസ് നിങ്ങളുടെ മക്കളെ മേലെ ഫോളോ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. So, അമ്മമാരെ, please cleanse your soul with positive thoughts.